ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 മാർച്ച് 15 ഞായറാഴ്ചയാണ് പാപമോചിനി ഏകാദശി. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപങ്ങളിൽ നിന്ന് മോചനം നേടി വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി നാം ഓരോരുത്തരും ആചരിക്കേണ്ട പുണ്യദിനമാണ് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 2026 മാർച്ച് 14 രാവിലെ 8:10 മുതൽ 2026 മാർച്ച് 15 രാവിലെ 9:16 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഏകാദശി കൂടുതൽ സമയവും ശനിയാഴ്ചയാണല്ലോ ഉള്ളത്. എന്നാൽ വൈഷ്ണവ കലണ്ടർ പ്രകാരം ദശമി സ്പർശിച്ച ഏകാദശിയാണ് ശനിയാഴ്ച. കാരണം 14 ദശമി അവസാനിക്കുന്നത് രാവിലെ 8:09. അതുകൊണ്ട് അന്ന് ദശമിയായി തന്നെ നമ്മൾ വ്രതം അനുഷ്ഠിക്കണം, ഒരിക്കലൂണ്. എന്നാൽ 8:09 ദശമി അവസാനിച്ച് അന്ന് 8:10 ഏകാദശി തിഥി ആരംഭിച്ചാലും ദശമിയോട് ചേർന്ന് ഒരേ ദിവസം വരുന്ന ഏകാദശി വൈഷ്ണവ കലണ്ടർ പ്രകാരം നാം ആചരിക്കാറില്ല. അതുമാത്രമല്ല, അന്ന് പുലർച്ചെ ഏകാദശി ഇല്ല. അപ്പോൾ പുലർച്ചെ ഏകാദശി ഉള്ളത് മാർച്ച് 15 അന്ന് രാവിലെ 9:16 വരെ ഏകാദശി തിഥിയുണ്ട്. അത് കഴിഞ്ഞ് ദ്വാദശി ആരംഭിക്കുന്നു. അപ്പോൾ ഏകാദശിയും മഹാദ്വാദശിയും ചേർന്ന് വരുന്ന പുണ്യദിനമാണ് നമ്മൾ ഏകാദശിയായി ആചരിക്കേണ്ടത്. എന്നാൽ ചില രാജ്യങ്ങളിൽ 14 തന്നെയാണ് ഏകാദശി ആചരിക്കേണ്ടത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ശനിയാഴ്ച ദശമിയാണ് എന്ന് കരുതി നിങ്ങൾ ആരും തന്നെ ശനിയാഴ്ച രാവിലെ 8:10 ശേഷം തുളസിയിലകൾ പറിക്കരുത്. കാരണം 8:10 മുതൽ ദശമി 8:09 അവസാനിച്ചു. 8:10 മുതൽ ഏകാദശി തിഥി ആരംഭിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും 8:10 ശേഷം നിങ്ങളാരും തുളസിയിലകൾ പറിക്കരുത്. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ തുളസിയിലകൾ പറിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, സൂര്യോദയത്തിന് മുമ്പ് തുളസിയിലകൾ പറിക്കരുത്. സൂര്യോദയത്തിന് ശേഷം മാത്രമേ തുളസിയിലകൾ പറിക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. ദശമി, ഏകാദശി, ദ്വാദശി. ഈ 3 ദിവസങ്ങളിലും ദശമിക്ക് ഒരിക്കലൂണ്, ദ്വാദശിക്ക് ഒരിക്കലൂണ്. 3 ദിവസങ്ങളിലും നോൺ വെജ് യാതൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. വ്രതം അനുഷ്ഠിക്കുന്ന 3 ദിവസങ്ങളിലും പകലുറക്കം പാടില്ല. ദശമിക്ക് ഒരു നേരം മാത്രം ആഹാരം കഴിക്കേണ്ടതാണ്. മറ്റുള്ള 2 നേരങ്ങളിലും മറ്റെന്തെങ്കിലും ഗോതമ്പിലുള്ളതോ മറ്റ് ധാന്യങ്ങളിലുള്ളതോ എന്തെങ്കിലും കഴിക്കാം. എന്നാലും രാത്രിയിൽ ഫ്രൂട്ട്സും പാലും കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഏകാദശിക്കും ദ്വാദശിക്കും തുളസിയിലകൾ പറിക്കരുത്. ഏകാദശി ദിവസം ധാന്യങ്ങളൊന്നും തന്നെ കഴിക്കുവാൻ പാടില്ല. അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഒരു ധാന്യങ്ങളും ഏകാദശിക്ക് കഴിക്കാതിരിക്കുക. ജലം പോലും ഉപേക്ഷിച്ച് പൂർണ്ണ ഉപവാസം എടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതായത് ഏകാദശി ഭക്ഷണങ്ങൾ അത് നിങ്ങൾക്കറിയാം. പഴവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങളായ തൈര്, വെണ്ണ മുതലായവ കഴിക്കാം. കിഴങ്ങ് വർഗ്ഗങ്ങൾ, കപ്പലണ്ടി, പച്ചക്കറികൾ, ചൗവരി, ചാമ എന്നിവയെല്ലാം നമുക്ക് മിതമായി ഭക്ഷിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് ഭഗവത് നാമങ്ങൾ ജപിച്ച് ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഹരിനാമ കീർത്തനങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം എന്നിവയെല്ലാം പാരായണം ചെയ്യാവുന്നതാണ്. രോഗികൾ, വൃദ്ധർ, കുട്ടികൾ, ഗർഭിണികൾ ഇവരാരും തന്നെ ഉപവാസം അനുഷ്ഠിക്കേണ്ടതില്ല. ഇവർ ഈ 3 ദിവസങ്ങളിലും
മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വെജിറ്റേറിയനായിരിക്കുക. ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് കഴിഞ്ഞാൽ ഏകാദശി വ്രതം എടുത്തതിൻ്റെ എല്ലാ പുണ്യവും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഭഗവാന് നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ അതിൽ ഒരു തുളസി ഇലയും വയ്ക്കാവുന്നതാണ്. പീരീഡ്സ്, പുലവാലായ്മ എന്നിവയുള്ളവർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഭഗവത് നാമങ്ങൾ ജപിച്ച് വ്രതാനുഷ്ഠാനത്തോടെ ഉപവസിക്കാവുന്നതാണ്. ഇവർ വിളക്ക് കൊളുത്തി വെച്ച് നാമം ജപിക്കരുത്, അല്ലാതെ പ്രാർത്ഥിക്കാവുന്നതാണ്. തുളസിയിലകൾ യാതൊരു കാരണവശാലും പറിക്കരുത്. ഇവർ പാരണ വീടുന്ന സമയത്ത് തുളസി തീർത്ഥം സേവിക്കാതെ ഒരു ഗ്ലാസ് ശുദ്ധമായ ജലം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഹരിവാസര സമയം നോക്കാം. ഹരിവാസര സമയം ഏകാദശി ദിവസം, അതായത് 2026 മാർച്ച് 15 തീയതി പുലർച്ചെ 2:58 ആരംഭിച്ച് അന്നേ ദിവസം ഉച്ചതിരിഞ്ഞ് 3:20 അവസാനിക്കുന്നു. ഹരിവാസര സമയം എന്നാൽ ഭഗവാൻ വിഷ്ണുവിൻ്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഈ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ ഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഹരിവാസര സമയം മുഴുവനും ജാഗരണത്തോടെ, അതായത് ഉറക്കമൊഴിഞ്ഞ് ഭഗവത് നാമങ്ങൾ ജപിച്ച് ഉപവാസത്തോടെ ഇരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പുണ്യമാണ് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ പാപമോചിനി ഏകാദശിയുടെ വ്രതകഥ നോക്കാം. ഒരിക്കൽ അർജുനൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ മാധവ, അങ്ങ് പറഞ്ഞല്ലോ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം ഏകാദശി വ്രതമാണെന്ന്. ഓരോ ഏകാദശിയുടെയും വ്രതമാഹാത്മ്യകഥ വ്യത്യസ്തവും ജിജ്ഞാസ ഉണ്ടാക്കുന്നതുമാണ്. അല്ലയോ മാധവ, ഈ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേരെന്താണ്? അതിൻ്റെ മാഹാത്മ്യവും വ്രതകഥയും എന്താണ്? അങ്ങ് എല്ലാം വിശദമായി പറഞ്ഞു തന്നാലും. ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു: ഹേ അർജുന, ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയുടെ പേര് പാപമോചിനി ഏകാദശി എന്നാണ്. പുരാതന കാലത്ത് ചൈത്രരഥം എന്നൊരു വനമുണ്ടായിരുന്നു. ആ വനത്തിൽ എപ്പോഴും വസന്തകാലമായിരുന്നു. അതായത് ആ വനത്തിലെ വൃക്ഷങ്ങളും മറ്റു ചെടികളും എപ്പോഴും പൂത്ത് ആ വനത്തെ മനോഹരമാക്കിയിരുന്നു. ആരെയും ആകർഷിക്കുന്ന ആ വനത്തിൽ ദേവന്മാരും ദേവസ്ത്രീകളും യക്ഷകിന്നരന്മാരും അപ്സരസ്സുകളും ദേവേന്ദ്രനും സന്ദർശിക്കാറുണ്ടായിരുന്നു. ആ വനത്തിൽ ച്യവന മഹർഷിയുടെ മകനായ മേധാവി എന്ന മുനികുമാരനും തപസ് അനുഷ്ഠിച്ചിരുന്നു. ശിവഭക്തനായിരുന്നു ഇദ്ദേഹം. ഒരു ദിവസം മഞ്ജുഘോഷ എന്ന അപ്സരസ് അദ്ദേഹത്തെ മോഹിപ്പിച്ച് വശത്താക്കാനായി കുറച്ചകലെയിരുന്ന് വീണ വായിച്ച് മധുരസ്വരത്തിൽ പാടുവാൻ തുടങ്ങി. ഈ സമയം കാമദേവൻ്റെ ആകർഷണത്തിലായ മുനികുമാരൻ മഞ്ജുഷയുടെ സ്വരമാധുര്യത്തിലും സൗന്ദര്യത്തിലും മതിമറന്ന് മഹർഷി ബ്രഹ്മചര്യം വെടിഞ്ഞ് ലൗകിക ജീവിതത്തിൽ വന്നു. കാലം കടന്നുപോയി. ഒരു ദിവസം മഞ്ജുഘോഷ മഹർഷിയോട് പറഞ്ഞു: ഞാൻ അങ്ങയോടൊപ്പം ജീവിക്കുവാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. ദയവായി ഇനി എന്നെ സ്വർഗത്തിൽ പോകാൻ അങ്ങ് അനുവദിച്ചാലും. എന്നാൽ കാലം കടന്നു പോയതറിയാത്ത മഹർഷി ഇപ്രകാരം പറഞ്ഞു: അല്ലയോ മഞ്ജുഘോഷ, നീ വന്നത് വൈകുന്നേരമാണ്. ദയവായി രാവിലെ വരെ എന്നോടൊപ്പം നിൽക്കൂ, എന്നിട്ട് നിനക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ വീണ്ടും കാലങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മഞ്ജുഘോഷ വീണ്ടും മുനികുമാരനോട് പറഞ്ഞു: അല്ലയോ മഹാമുനെ, നിങ്ങളുടെ രാത്രി വളരെ നീണ്ടതാണ്. ഞാൻ അങ്ങയോടൊപ്പം ജീവിച്ചിട്ട് എത്ര കാലം കഴിഞ്ഞു എന്ന് അങ്ങ് ചിന്തിക്കൂ. എനിക്ക് സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. അപ്സരസിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മഹർഷി ബോധവാനായി. 57 വർഷങ്ങൾ കടന്നു പോയതായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇത്രയും കാലം സുഖഭോഗങ്ങളിൽ മുഴുകിയതിന് അയാൾക്ക് ദേഷ്യം വന്നു. തൻ്റെ തപസ് മുടക്കാൻ വന്ന അപ്സരസാണ് നീ.
അതിനാൽ നീ എൻ്റെ ശാപത്താൽ പിശാചിനിയായി മാറട്ടെ എന്ന് മേഘഘോഷയെ മുനികുമാരൻ ശപിച്ചു. അപ്സരസ് പിശാചിനിയായി മാറി. ദുഃഖിതയായ അവൾ മുനിയോട് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. മുനി തൻ്റെ കോപം മാറ്റി പറഞ്ഞു, നീ എനിക്ക് വലിയ ദോഷം ചെയ്തു. ഈ ശാപത്തിൽ നിന്ന് നിനക്ക് ഞാൻ മോചനം നേടാനായി ഒരു ഉപദേശം തരാം. അതായത് ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ പാപമോചിനി ഏകാദശി വ്രതം ആചാര അനുഷ്ഠാനങ്ങളോടെ ഉപവസിച്ചാൽ നിനക്ക് ഈ ശരീരത്തിൽ നിന്ന് മോചനം ലഭിക്കും. അതിനുശേഷം അദ്ദേഹം തൻ്റെ പിതാവായ ശവന മഹർഷിയുടെ അടുത്തേക്ക് പോയി. മുനികുമാരൻ തൻ്റെ പിതാവിനോട് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട പിതാവ് ഇപ്രകാരം പറഞ്ഞു, ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പാപമോചിനി ഏകാദശി വ്രതം ആചാരാനുഷ്ഠാനങ്ങളോടെ അനുഷ്ഠിക്കുക. നിൻ്റെ എല്ലാ പാപങ്ങളും നശിക്കും എന്ന് മഹർഷി മകനെ ഉപദേശിച്ചു. അങ്ങനെ ഈ വ്രതം 2 പേരും അനുഷ്ഠിച്ചതിനാൽ 2 പേരും പാപമുക്തരായി എന്നാണ് കഥ. ഈ വ്രതകഥ ഏകാദശി ദിവസവും ദ്വാദശിക്ക് പാരണ വിടുന്നതിന് തൊട്ട് മുമ്പും കേൾക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നത് 1000 പശുക്കളെ ദാനം ചെയ്യുന്നതിന് തുല്യമാണ്. ഈ വ്രതം ജാഗരണത്തോടെ, അതായത് ഉറക്കമൊഴിഞ്ഞ് ആചരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ സർവ്വ സൗഭാഗ്യത്തോടെയും ജീവിച്ചിട്ട് ജീവിതാവസാനത്തിൽ വൈകുണ്ഠപ്രാപ്തിയാണ് ഫലം, അതായത് മോക്ഷം ലഭിക്കുന്നു ആ വ്യക്തിക്ക്. ഈ പാപമോചിനി ഏകാദശി ആചരിക്കുന്ന ഒരു കുടുംബത്തിൽ പിതൃശാപമുണ്ടെങ്കിൽ അതുപോലും മാറിപ്പോകുന്നതാണ്. നമുക്ക് 15-ാം തീയതിയാണ് ഏകാദശി, 16-ാം തീയതിയാണ് പാരണ വീടേണ്ടത്. 16-ാം തീയതി രാവിലെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്ത് 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകാവുന്നതാണ്. തൊട്ടടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമോ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമോ ഉണ്ടെങ്കിൽ അവിടെ പോയി നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീട്ടിൽ വെച്ചാണ് നിങ്ങൾ വ്രതം അവസാനിപ്പിക്കുന്നതെങ്കിൽ നാമജപത്തിന് ശേഷം വ്രതകഥ കേട്ടുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഒരു ഗ്ലാസ് തുളസി തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം. അതിനുശേഷം ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കുക. അന്ന് ദ്വാദശിയാണ്, അതായത് 16-ാം തീയതി. വ്രതം അവസാനിപ്പിക്കുന്ന ദിവസവും ഒരിക്കലായിരിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പാരണ ടൈം കേരള 6:29, 9:43. തമിഴ്നാട് 6:16, 9:40. കർണാടക 6:27, 9:40. ഗോവ 6:42, 9:40. മഹാരാഷ്ട്ര 6:46, 9:40. ഗുജറാത്ത് 6:58, 9:40. മധ്യപ്രദേശ് 6:29, 9:40. ഡൽഹി 6:30, 9:40. ആൻഡമാൻ നിക്കോബാർ 5:26, 9:27. ദുബായ് 6:28, 8:10. ബഹ്റൈൻ 5:46, 7:10. പാരണ ടൈം കേരള 6:29, 9:43. തമിഴ്നാട് 6:16, 9:40. കർണാടക 6:27, 9:40. ഗോവ 6:42, 9:40. മഹാരാഷ്ട്ര 6:46, 9:40. ഗുജറാത്ത് 6:58, 9:40. മധ്യപ്രദേശ് 6:29, 9:40. ഡൽഹി 6:30, 9:40. ആൻഡമാൻ നിക്കോബാർ 5:26, 9:27. ദുബായ് 6:28, 8:10. ബഹ്റൈൻ 5:46, 7:10. സൗദി അറേബ്യ 6:1, 7:10. ഒമാൻ 6:15, 8:10. സിംഗപ്പൂർ
7, 10, 11, 12. മലേഷ്യ 7, 19, 11, 21. നിങ്ങളെല്ലാവരും പാപമോചിനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.